അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകനാഥനായ ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന ഭാഗമാണ് കേട്ടത്. തുടർന്ന് അർ റഹ്മാനിർ റഹീം, അതിൻ്റെ അർത്ഥവും ആശയവും നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിടത്ത് വിശദീകരിച്ചു. അർ റഹ്മാനി അർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ. ഇനി അടുത്ത വചനം മാലിക് യൗമിദ്ദീൻ, അള്ളാഹിൻ്റെ വിശേഷണം തന്നെ വീണ്ടും പറയണം. മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്നർത്ഥം. യൗമുൻ എന്ന ദിവസം, യൗമുൻ അതിൻ്റെ ബഹുവചനം അയ്യാം. ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം, നിയമ നടപടി, മതം, നടപടിക്രമം, ആചാരം, വിചാരണ, അനുസരണം, പതിവ്, ഇവക്കൊക്കെ ദീൻ എന്ന പദം ഉപയോഗിക്കും. ഇവിടെ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ. മാലിക് എന്ന പദം മിൽക്കുൻ, ഉടമസ്ഥത എന്നതിൽ നിന്ന് വരുന്നതാണ്. ഇനി ഈ മാലിക് യൗമിദ്ദീൻ എന്ന ആയത്ത് ചിലർ മലിക് യൗമിദ്ദീൻ എന്ന് ഓതാറുണ്ട്. അങ്ങനെ ഒരു ഖിറാഅത്ത് അതിനുണ്ട്. അങ്ങനെ ആകുമ്പോൾ അൽ മലിക്, രാജാവ്, രാജാധിപത്യമുള്ളവൻ, ആധിപത്യം നൽകുന്നവൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ അൽ മലിക്കു, ആ മലിക്കുണ്ട വന്നത് മിനൽ മുൽക്കി, ആധിപത്യത്തിൽ നിന്നാണ്. അങ്ങനെ ആകുമ്പോൾ മലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ആധിപത്യമുള്ളവൻ എന്നർത്ഥത്തിൽ. ഇങ്ങനെ രണ്ട് അർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ട്, രണ്ട് ഉച്ചാരണത്തിൽ വരുന്നത് കൊണ്ട്. അന്നത്തെ പ്രതിഫല നാൾ, അന്ത്യനാളിൻ്റെ അന്നത്തെ ഉടമസ്ഥത പൂർണ്ണമായും അള്ളാഹുവിനുള്ളതാണ്. മറ്റ് സൃഷ്ടികൾക്കൊന്നും ഇല്ലാത്ത ഒന്നാണ്. അതിനു മുമ്പ് ഇഹലോകത്ത് ജീവിച്ചപ്പോൾ പലരും രാജാക്കന്മാരായിരുന്നു, അധികാരികളായിരുന്നു, മന്ത്രിമാരായിരുന്നു, ധിക്കാരികളും അതുപോലെ ഏകാധിപതികളുമായിരുന്നു. ആധിപത്യത്തിന് വേണ്ടി അവർ പരസ്പരം തർക്കിക്കാറുണ്ടായിരുന്നു, യുദ്ധം ചെയ്യാറുണ്ടായിരുന്നു, സംഘട്ടനം നടത്താറുണ്ടായിരുന്നു. പക്ഷേ അവരുടെ അഹന്തയാണ് അതിൻ്റെ പിന്നിൽ അവർ കൊണ്ട് നടന്നിരുന്നത്. യഥാർത്ഥത്തിൽ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥാവകാശം അള്ളാഹുവിനുള്ളതാണ്. ഇങ്ങനെ ഇഹലോകത്തുള്ള ആധിപത്യം അത് അള്ളാഹു നൽകിയതാണെങ്കിലും പരലോകത്ത് അത്തരമൊരു ആധിപത്യം ആർക്കും നൽകുകയില്ല. അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകും. അന്നത്തെ എല്ലാ വലിപ്പത്തരവും അതുപോലെ മഹാത്മ്യവും അധികാരവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫായിഖനൂബി ലിഖാ ഇല്ലാഹി യൗമിദ്ദീൻ, അത് അള്ളാഹിനെ കാണുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും. പ്രതിഫല നാളിൽ അള്ളാഹുവിൻ്റെ മുന്നിലെത്തുമ്പോൾ അത് ബോധ്യപ്പെടും. അവരെല്ലാവരും സഗറ, അവർ നിസ്സാരന്മാരാണ്, അതില്ല നിന്ദ്യരാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. അന്ന ലഹുൽ മുൽക്കു വൽ കിബ്രിയാവു, എല്ലാ ആധിപത്യവും എല്ലാ വലിപ്പത്തരവും എല്ലാ അന്തസ്സും മുഴുവനും അള്ളാഹുവിനുള്ളതാണ്. യൗമഹും ബാരിസൂന ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ശൈഉൻ, അവർ അള്ളാഹിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ യാതൊന്നും അവർക്ക് മറച്ചു വെക്കാൻ കഴിയുകയില്ല. ലിമനൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ആധിപത്യം ആർക്കുള്ളതാണ്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ എല്ലാം മടക്കി ഭരിക്കുന്ന അള്ളാഹുവിനുള്ളതാണ് എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് ഗാഫിറിലെ 16-ാമത്തെ ആയത്ത്. മാലിക് യൗമിദ്ദീൻ ലാ യംലികു അഹദുൻ ഫീ ദാലിക്കൽ യൗമി ഹുക്മൻ, ഒരധികാരവും ഒരു ഭരണവും അന്ന് ആരും ഉടമപ്പെടുത്തുകയുമില്ല. കമിൽക്കിഹിം ഫിദ്ദുനിയ, ഇഹലോകത്ത് അവർ ഉടമപ്പെടുത്തുന്നത് പോലെ. സൂറത്ത് നബഇൽ പറയുന്നത് യൗമ യഖൂമുർ റൂഹു വൽ മലായിക, ആത്മാവും മലക്കുകളുമൊക്കെ നിൽക്കുന്ന ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞില്ല യതകല്ലമൂന ഇല്ലാമൻ അദിന ലഹുർ റഹ്മാൻ, പരമകാരുണികനായ
അള്ളാഹു അനുമതി നൽകുന്നവനും അതുപോലെ വകാല സവാബൻ നല്ലത് ശരിയായത് പറയുന്നവനും ഒഴികെ യാതൊരാളും വന്ന് സംസാരിക്കുകയില്ല എന്ന് അള്ളാഹു എടുത്ത് പറയുന്നുണ്ട്. അവിടുത്തെ എല്ലാം അള്ളാഹു സംസാരിക്കാൻ അനുവാദം നൽകുമ്പോഴല്ലാതെ സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലാം അള്ളാഹുവിനുള്ളതാണ്. വഖശഅത്തിൽ അസ്വാതുൽ റഹ്മാൻ, എല്ലാ ശബ്ദങ്ങളും അള്ളാഹുവിന് വേണ്ടി അത് കീഴൊതുങ്ങിക്കൊടുക്കും. സൂറത്ത് ത്വാഹയിൽ പറയുന്നുണ്ട്, വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർത്തളാ, അള്ളാഹു തൃപ്തിപ്പെടുന്ന ആളുകളല്ലാതെ അന്ന് യാതൊരു ശഫാഅത്തും ചെയ്യുകയില്ല എന്ന് സൂറത്തുൽ അംബിയായിൽ പറയുന്നുണ്ട്. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, അന്ന് ഒരാളും മറ്റൊരാൾക്കും യാതൊന്നും ഉടമപ്പെടുത്താത്ത ദിവസം. എല്ലാ കാര്യങ്ങളും അന്ന് അള്ളാഹുവിനുള്ളതാണ്. അങ്ങനെ പഠിപ്പിക്കുകയാണ് മാലിക് യൗമിദ്ദീൻ. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. ഇപ്പോൾ ഇവിടെ 4 വിശേഷണങ്ങൾ എടുത്ത് അള്ളാഹു പറഞ്ഞു. ഓരോന്നും ദ്യോതിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥസാരങ്ങളുടെ അഗാധതയും വൈപുല്യവും മനസ്സിൽ തിരുന്ന പക്ഷം എല്ലാ സ്തുതികീർത്തനങ്ങൾക്കും അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വിശേഷണങ്ങൾക്കും ഉടമ അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹംദ്, സ്തുത്യർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് ബോധ്യപ്പെടും. ഈ 4 ഉത്കൃഷ്ട ഗുണങ്ങളെയും ഓർമ്മിച്ചുകൊണ്ട് ഒരടിമ അവന് സ്തുതികീർത്തനം ചെയ്യുമ്പോൾ തൻ്റെ മുന്നിലും സമീപത്തും അള്ളാഹു സ്തുതി ചെയ്യുന്നുണ്ട് എന്നൊരു പ്രതീതി അവനുണ്ടാകും. അവൻ്റെ മനസ്സിൽ അള്ളാഹു എൻ്റെ മുന്നിലുണ്ട് എന്ന് പ്രകടമാകും. അങ്ങനെ അള്ളാഹുവിനെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് അടുത്ത ആയത്തിലേക്ക് നാം കടക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിലേക്ക്. നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശേഷമുള്ള ഭാഗങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ 4 വിശേഷണങ്ങൾ അത് അള്ളാഹുവിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കാൻ അർഹതപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാൻ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് നന്ദി ചെയ്യാൻ നാം ശ്രദ്ധിക്കണം. അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ.